പുലി. അത് ഈ പുലി മാന പിടിച്ചിട്ടുള്ളത് ഒരു സിംഹം. അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് പിന്നെ ആനയാ. ഇങ്ങോട്ട് കിടന്നൊരു മലണ്ണാൻ കയറി വരുന്നതാ സിംഹവാല കുരങ്ങൻ. അത് കഴിഞ്ഞ് നമുക്കൊരു മയിൽ, അത് കഴിഞ്ഞൊരു കുതിര, അത് കഴിഞ്ഞൊരു മത്സ്യകന്യക, അത് കഴിഞ്ഞൊരു ദിനോസർ, അത് കഴിഞ്ഞ് നമുക്ക് ഒരു മലമ്പാമ്പ്. ചേട്ടാ നമസ്കാരം. ചേട്ടന്റെ പേരെന്താണ്? എന്റെ പേര് സത്യൻ. എവിടെ ശരിക്കും സ്ഥലം എവിടെയാണ്? സ്ഥലം കാച്ചേരി, നെല്ലിക്കുന്ന് കാച്ചേരി. ഓക്കെ, നമ്മൾ ഈ സ്ഥലത്തിന് എന്താ പറയാ? ഇത് ഒല്ലൂക്കര. അതായത് ഒല്ലൂക്കര അമ്പലത്തിന്റെ അവിടെയാണ് വരുന്നത് അല്ലേ? അമ്പലത്തിന് ശരിക്കും. ഞാൻ ഇതിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ചേട്ടന്റെ കട കണ്ടത്. അപ്പോൾ നമ്മൾ ഈ ചേട്ടനോട് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, ചേട്ടാ ഇത് എന്തൊക്കെയാന്ന് ചോദിച്ചപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് ഇത് എല്ലാം മരത്തിന്റെ വേരുകളാണ് അല്ലേ? അതെ. അപ്പൊ ആ വേരുകളിൽ ചെയ്ത കുറെ കൊത്തുപണികളുണ്ട്. ഇപ്പൊ നമുക്ക് പുറകിലായിട്ട് കാണാൻ പറ്റും ഒരു കൃഷ്ണനെയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. അതെന്ത് മരത്തിലാ ചെയ്യുന്നത്? അത് കുമിഴ്. അത് 2 അടി വീരുണ്ട്. അത് 4 ഇഞ്ച് കനുണ്ട് മരം. അത് ആള് പറഞ്ഞേക്കാളും ഞാൻ കൂടുതലാണ് ഈ സാധനം ചെയ്തിട്ടുള്ളത് കാര്യങ്ങൾ. നമുക്കൊരാൾ തന്നതിന് ഒരു ഓർഡർ തന്നതിനനുസരിച്ച് ഇത്തിരി കൂടി ഒരു മരം എടുത്തു വരുമ്പോൾ അതിന് ഇത്തിരി കൂടിയും എനിക്ക് ഇത്തിരി കൂടിയും ഇത് കിട്ടിയപ്പോൾ അതിനനുസരിച്ച് ഇത്തിരി കൂടി വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പണി അത്രയും വൃത്തിയാക്കണം എന്നാണ് എൻ്റെ ഉദ്ദേശം. നമ്മള് ഇപ്പൊ ഇവിടെ വന്ന് കയറാനുള്ള കാരണം എന്താ പറഞ്ഞാല് നമ്മള് റോഡ് സൈഡിൽ കുറെ മരക്കുറ്റികള്, അതായത് മരത്തിന്റെ കടഭാഗം കെടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതില് ഒരു മാനിന്റെ തല കണ്ടപ്പോഴാണ് ഞാൻ വണ്ടി നിർത്തിയത്. അത് നല്ല വെറൈറ്റി നേരാടുന്നത്. 105 കൊല്ലത്തെ പഴക്കണ്ടത്. മാന കിട്ടിയിട്ടുള്ള മരത്തിന് 105 കൊല്ലം എടുക്കും. ഇവിടെ താളിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തിന്. അത് എന്ത് മരമാണ്? തേക്ക്. തേക്കിന്റെ കടയാണത് അല്ലേ? നമുക്ക് ഇത് എത്ര രൂപ വരുന്നുണ്ട്? എനിക്കൊരു 19 രൂപ കിട്ടാൻ ഞാൻ കൊടുക്കാതെ പോളിഷ്. ഇതിപ്പോ പണിയുണ്ട്. ഇത് ഇങ്ങനെ കിട്ടില്ല ഇങ്ങനത്തെ സാധനങ്ങള്. അത് ഒരേ കഷ്ണ ഞാൻ ഒരു കഷ്ണം കിട്ടി ഇതും കളയില്ല. അപ്പൊ ഇതില് നമ്മള് മാനിനെ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഈ മരത്തില് അല്ലേ? പക്ഷെ ഇതൊക്കെ മേലുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ സത്യേട്ടൻ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ അതൊന്നും നമുക്ക് കണ്ടാലോ? അപ്പൊ നമ്മള് പറഞ്ഞ അതുക്ക് മേലുള്ള സാധനമാണ് ഇപ്പൊ കാണാൻ പോണത് അല്ലേ? സത്യേട്ടാ ഇതിൽ എത്ര മൃഗങ്ങളുണ്ട്? ഇതില് 42 എണ്ണം ഉണ്ട്. എന്തൊക്കെ മൃഗങ്ങൾ വരുന്നത്? അതൊരു പുലി, അത് മാൻ, അത് ഈ പുലി മാന പിടിച്ചിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കഴിഞ്ഞ ഒരു സിംഹം വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് പിന്നെ ആനയാണ്. ആനയുടെ മസ്തകത്തുമ്പോ പുലി. പുലിയുടെ മുകളിൽ നമുക്ക് പാമ്പാണ്. പാമ്പിന്റെ മുകളിൽ പിന്നെ നിൽക്കുന്നത് തുമ്പിക്കൈമ എന്താണ് മലമ്പാമ്പാണ് പിടിച്ചിരിക്കുന്നത്. അറ്റത്ത് വരുന്നത്. ഇങ്ങോട്ട് കിടന്നൊരു മലണ്ണാൻ കയറി വരുന്നതാ മലയണ്ണാനാണ് കാണുന്നത് അല്ലേ? അതിന് ദിനോസറിന്റെ ഇതായിട്ട് വരും ചെയ്യാത്. അവർക്ക് നോക്കാൻ ദിനോസറാ സിംഹവാല കുരങ്ങൻ. അത് കഴിഞ്ഞ് നമുക്കൊരു മയിൽ, അത് കഴിഞ്ഞൊരു കുതിര, അത് കഴിഞ്ഞൊരു മത്സ്യകന്യക, അത് കഴിഞ്ഞൊരു ദിനോസർ, അത് കഴിഞ്ഞ് നമുക്ക് ഒരു മലമ്പാമ്പ്, അത് കഴിഞ്ഞൊരു ഇതുണ്ട് കാട്ടുപോത്ത്. അതുകൊണ്ട് ഒരു മകരഭൂമി എന്ന് പറയുന്നത് അമ്പലത്തിന്റെ പണിക്കുള്ളതാണ്. അപ്പൊ സത്യടാ, അപ്പൊ അങ്ങനെ ഏകദേശം 42 മേലെ മൃഗങ്ങൾ ഇതിൽ ഈ മരത്തിൽ കൊത്തിയെടുത്തിട്ടുണ്ട്. ഇത് എന്തിന്റെ കടയാണ് ശരിക്കും? ഇത് കുന്നിവാക 150 കൊല്ലത്തെ പഴക്കമുണ്ട്. കല്ല് പോലത്തെ സാധനം അത്. ഒരു കേടൊന്നും ഇല്ലാത്ത മരം അത്. ഭയങ്കര ഐശ്വര്യമുള്ള സാധനം അത്. അപ്പൊ നമ്മള് ഇത്രയും അധികം മൃഗങ്ങളെ കൊത്താൻ ഈ മരം തന്നെ ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? ഇതിപ്പോ എനിക്കൊരു നല്ലൊരു ഇതായപ്പോ ഒന്നല്ലെങ്കിൽ കുഞ്ഞുവാക, അല്ലെങ്കിൽ പ്ലാവ്, അല്ലെങ്കിൽ തേക്ക്, അങ്ങനത്തെ മരങ്ങൾ, അല്ലെങ്കിൽ ഈട്ടി, നല്ല മരങ്ങൾ എടുത്താൽ ഞാൻ അപ്പം അത് ആ സാധനം കൊണ്ട് അത് വരിച്ചടിച്ച് ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയുള്ള മരങ്ങൾക്ക് ഞാൻ കണ്ടപ്പോൾ എടുക്കും ഞാൻ അത്. ഓക്കെ, അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഇത് വാങ്ങിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് ഇത് കൊടുക്കും? ഞാൻ അതിൽ 45 ലക്ഷം രൂപ കിട്ടി കൊടുക്കാം. നമ്മളിപ്പോ അത് 42 എന്നുള്ളത് കഴിയും. അത് കഴിഞ്ഞ് അടുത്ത് തന്നെ വേറെ ഒന്നും ഇരിക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രത്യേകത എന്താണ്? അതൊരു സിംഹം, അത് കഴിഞ്ഞൊരു ആന, ഇനി കൊമ്പ് ചീന, അത് കഴിഞ്ഞ് നമുക്കൊരു സ്രാവ്, അത് കഴിഞ്ഞ് വീണ്ടും ഒരു പുലി, അത് കഴിഞ്ഞ് വേറെ 2 പുലിന്റെ ഇവിടെ കണ്ട. അത് കഴിഞ്ഞത് ഇത് ഇങ്ങോട്ട് തിരിഞ്ഞാൽ വേറെ സാധനം കിട്ടും. അവിടെ ഒരു മീൻ. അത് അങ്ങനെ 2 ഭാഗത്തും കുറെ മൃഗങ്ങളെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇതിലെന്താ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ചെയ്യാന്? ഇതിപ്പോ ഒരു 105 കൊല്ലത്തെ പഴക്കമുള്ള തേക്കത്. അത് നമുക്കിത് ആനേനെ ഇപ്പൊ ചെയ്യാൻ പോണത്. അത് അടിച്ചിട്ടിട്ടുള്ളോ. ഇനി അത് കഴിഞ്ഞൊരു പുലിയ. അതിന്റെ മുഖം ഞാൻ സാവധാനം നോക്കിയിട്ട് ചെയ്യുള്ളത്. ബാക്കിയുള്ള പണികൾ ഇങ്ങനെ ഒതുക്കിയിടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി മിനുക്കും. അപ്പൊ ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടില്ല, നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് അല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെ സത്യത്തിന്റെ വ്യത്യസ്തമായ കുറെ വർക്കുകൾ നമ്മൾ കണ്ടു അല്ലേ? അപ്പൊ സത്യേട്ടാ, അപ്പൊ ഇതുപോലെ ആർക്കെങ്കിലും ഇത് വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സത്യേട്ടനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇതിലിടാം അല്ലേ? ആർക്കെങ്കിലും അവരുടേതായ ഡിസൈനോ മറ്റു സൃഷ്ടികളോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അല്ലേ? പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ കണ്ട ഏതെങ്കിലും ഒരു ശില്പം ആർക്കെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിലും സത്യേട്ടനെ കോൺടാക്ട് ചെയ്യാൻ നമ്മളെ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ ഇടുന്നുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഇവരെ പോലുള്ള വ്യത്യസ്ത ഒരു വ്യക്തിയുമായിട്ട് ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.